1987 മാർച്ച് മാസം ഞാൻ പൊൻകുന്നം സബ് ഇൻസ്പെക്ടറായിരുന്നു. ആ കാലഘട്ടത്തിൽ കേരളത്തിൽ ഉടനീളം പവർ കട്ട് വളരെ സാധാരണയായിരുന്നു. ഒരു ക്ലിപ്ത സമയത്താണ് പല ഭാഗങ്ങളിലും കറണ്ട് പൊയ്ക്കൊണ്ടിരുന്നത്. ഈ മാർച്ച് 23-ാം തീയതി ഞാൻ പൊൻകുന്നം സ്റ്റേഷനിലിരിക്കുമ്പോൾ ഒരാൾ വിളിച്ചു പറഞ്ഞു, കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഒരു കൊച്ചു കുഞ്ഞിനെ, 6 ദിവസം പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞിനെ ആരോ തട്ടിക്കൊണ്ടുപോയി. പെട്ടെന്നൊരു വലിയ ഷോക്കായിരുന്നു അത് കേട്ടപ്പോൾ തന്നെ. 6 ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ആ റിസൾട്ട്, അതെന്തൊക്കെ സംഭവിക്കാൻ പോകുന്നത് എൻ്റെ മനസ്സിൽ എപ്പോഴേ ഓടി വന്നു. പോലീസിൻ്റെ കെടുകാര്യസ്ഥത, അതുപോലെ തന്നെ ആ കുഞ്ഞിനെ കിട്ടാനുള്ള നാട്ടുകാരുടെ നെട്ടോട്ടം, മേലുദ്യോഗസ്ഥന്മാരുടെ ഇടപെടൽ, ഇതെല്ലാം എൻ്റെ മനസ്സിൽ കൂടെ പെട്ടെന്ന് ഓടി വന്നു. ആ കൊച്ചിനെ കിട്ടണമല്ലോ, ആ കൊച്ചിനെ ജീവനോടെ എങ്ങനെ കിട്ടുമോ എന്നുള്ളൊരു വലിയൊരു ചോദ്യചിഹ്നമായിട്ട് എൻ്റെ മുമ്പിൽ ഇങ്ങനെ പെട്ടെന്ന് ഇതെല്ലാം ഓടിപ്പോവുകയാണ്. ഉടൻ തന്നെ ഞാൻ കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിൽ ചെന്നു. കാണാതായ ഈ കൊച്ചു കുഞ്ഞിൻ്റെ അമ്മ സുധ വാവിട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുഞ്ഞിനെ ആരെങ്കിലും കൊണ്ട് തരണേ, എൻ്റെ കുഞ്ഞിനെ ആരെങ്കിലും കൊണ്ട് തരണേ, എൻ്റെ കുഞ്ഞിനെ കണ്ടോ എന്ന് ചോദിച്ചൊരു ഭ്രാന്തിയെപ്പോൾ ആ സ്ത്രീ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു. അവരെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു സ്ത്രീ തൊട്ടടുത്തുണ്ട്. ഭർത്താവ് ശശി എന്ത് ചെയ്യണമെന്നറിയാൻ മേലാതെ ഷോക്ക്ഡായിട്ട് ഒരു മൂലയെ കുത്തിയിരിപ്പുണ്ട്. അവരോടൊന്നും ആ സമയത്തൊന്നും ചോദിക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ പെട്ടെന്ന് ഞാനൊരു കാര്യം ചെയ്തു. ഈ കുഞ്ഞിനെ കാണാതായ വിവരം പെട്ടെന്ന് വയർലെസ്സിൽ എല്ലാ സ്റ്റേഷനിലേക്കും കൊടുക്കുകയും, കുഞ്ഞ് എന്ന് വെച്ചാൽ പ്രത്യേകം നമുക്ക് ഡിസ്ക്രിപ്ഷൻ ഒന്നും പറയാൻ പറ്റില്ല. ഒരു കൊച്ചു കുഞ്ഞിനെ ഇത്ര മണിക്ക് കാണാതെ പോയി എന്ന് ആ സമയത്തൊരു സമയം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ സമയം അനുസരിച്ച് കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയുടെ പരിസരത്തും 7:30 തൊട്ട് 8 മണി വരെയാണ് പവർ കട്ടുണ്ടായിരുന്നത്. സുധ അവിടെ വിശ്രമിക്കുകയാണ്, ഒരു പാതി ഉറക്കത്തിലാണ്. 7:30 മണി കഴിഞ്ഞപ്പം അവരെ സഹായിക്കാനുണ്ടായിരുന്ന സുമതി എന്ന സ്ത്രീ എന്തോ ആഹാരം മേടിക്കാൻ വേണ്ടി 7:30 മണിക്ക് ശേഷം ആശുപത്രിയിൽ നിന്ന് വെളിയിലേക്ക് പോയി. അവർ മടങ്ങി വരുന്നത് 8 മണിക്ക് ശേഷമാണ്, കറണ്ട് വന്ന ശേഷം. കുഞ്ഞിനെ നോക്കിയപ്പം കുഞ്ഞ് സുധയുടെ അടുത്തില്ല. സുധയൊന്നും അറിയാതെ കിടന്നുറങ്ങുകയാണ്. അയ്യോ കുഞ്ഞെവിടെ പോയി എന്ന് അവർ അലറി വിളിച്ചപ്പോഴാണ് സുധ ഞെട്ടി ഉണർന്നത്. പെട്ടെന്ന് പിന്നെ അവിടെ വലിയൊരു കോലാഹലമാണ് നടന്നത്. കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള നെട്ടോട്ടവും, അവിടെ മുഴുവൻ ഒരു പ്രാന്തിയെപ്പോലെ സുധ ഓടി നടക്കുന്നു. സുമതി വെളിയിൽ പോയി നോക്കുന്നു. ഭർത്താവ് അവിടെ ഉണ്ടെങ്കിൽ തന്നെ ഭർത്താവിന് എന്ത് ചെയ്യണമെന്നറിയാൻ പാടാതെ ഷോക്ക്ഡായിട്ടൊരു മൂലയിൽ നിൽക്കുന്നു. കുഞ്ഞിനെ കാണാതായെന്നുള്ള മെസ്സേജുകൾ എല്ലാ സ്റ്റേഷനിലേക്ക് കൊടുക്കാനുള്ള സംവിധാനം അപ്പോൾ തന്നെ ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം ബസ് സ്റ്റാൻഡുകൾ, തൊട്ടടുത്ത കോട്ടയം റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ തന്നെ അതിർത്തി പോലീസ് സ്റ്റേഷനുകൾ, അതുപോലെ തന്നെ മറ്റ് ജില്ലകളിലേക്കും എല്ലാം VHF സന്ദേശങ്ങൾ അപ്പോൾ തന്നെ അയക്കാനുള്ള ഏർപ്പാട് ചെയ്തു. എന്തെന്നറിയില്ല, ആ കുഞ്ഞിനെപ്പറ്റി ഒരു വിവരവും ആരും തരാത്തൊരവസ്ഥ വന്നപ്പോൾ ഒരു ഭയം എൻ്റെ ഉള്ളിലിങ്ങനെ പതുക്കെ പിടിച്ചു തുടങ്ങി. ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നവർ അതിനെന്തെങ്കിലും ആഹാരം കൊടുക്കാതെയൊക്കെ ഇരുന്നാൽ, അല്ലെങ്കിൽ വെള്ളം കൊടുക്കാതിരുന്നാൽ കുഞ്ഞ് മരിച്ചു പോകൽ, ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ തിരിച്ചെടുക്കണം എന്നുള്ളൊരു വലിയൊരു വാശി അങ്ങ് മനസ്സിൽ വരികയായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരെ എല്ലാം വിളിച്ച് ഈ കാര്യത്തിൻ്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ബസ് സ്റ്റാൻഡുകൾ, ഹോട്ടലുകൾ, ലോഡ്ജുകൾ, ഇവിടെ എല്ലാം തപ്പാനുള്ള ഏർപ്പാട് ചെയ്തു. സത്യം പറഞ്ഞാൽ ഒരു ഫലവും കണ്ടില്ലെന്നുള്ളതാണ് ദുഃഖകരമായ സത്യം. അന്ന് രാത്രി അങ്ങ് കഴിഞ്ഞു പോയി. അടുത്ത ദിവസം രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് തരുന്നത് അവിടുത്തെ ഒരു സമീപത്ത് ഒരു നല്ലൊരു ഹോട്ടലുണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ. അവിടെ നിന്നൊരു പയ്യനാണ് സ്ഥിരമായിട്ട് എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് തരുന്നത്.
സ്ഥിരമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് തരുന്ന പയ്യനോട് നമുക്ക് കുറച്ചൊരു അടുപ്പവും ഒരു ഒരു നമുക്ക് വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന ഒരു ഭാഗം അയക്കും ഉണ്ടായിരുന്നു. ജാബിർ എന്നാണ് അയാളുടെ പേര്. ഞാൻ ചോദിച്ചു, ജാബിർ ഇന്നലെ ഒരു കുഞ്ഞിനെ കാണാൻ പോയും ജാബിർ വല്ലതും അറിഞ്ഞോ? ജാബിർ ആഹാരത്തെ മേശപ്പുറത്ത് ഇങ്ങനെ രാവിലെ 2 ദോശയോ അതുപോലെ തന്നെ എന്തോ കുറച്ച് കറികളും വെജിറ്റബിൾ കറിയൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ചോദിക്കുന്നത്. പെട്ടെന്ന് ജാബിർ ഇങ്ങനെ ആകാശത്തോട്ട് നോക്കിയിട്ട് കൈ ഇങ്ങനെ നെറ്റിയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ കണ്ണുകൾ മുകളിലോട്ട് ദൃഷ്ടി മുകളിലോട്ടാക്കി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പോലെ കുറച്ച് നേരം നിൽക്കുന്നത് കണ്ട് ഞാൻ ചോദിച്ചു, എന്താ ജാബിർ, നിങ്ങൾ കണ്ടോ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്ന ആരെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചു. സാർ, അതല്ല, ഞാൻ അവരെ കണ്ടത് പവർ കട്ടിന് മുമ്പാണോ അതോ പവർ കട്ടിന് ശേഷമാണോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. ആരെ കണ്ടത്? ഇന്നലെ വൈകുന്നേരം ഒരു 10-30 വയസ്സ് തോന്നുന്ന ഒരു ഭാര്യയും ഭർത്താവും ഒരു കുഞ്ഞുമായിട്ട് ഞങ്ങളുടെ ഹോട്ടലിൽ കാപ്പി കുടിക്കാൻ വന്നു. ഒരു 8:30 മണി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അവർ കാപ്പി കൊണ്ട് മുമ്പ് വെച്ചു. അവർ കാപ്പി കുടിക്കാതെ പെട്ടെന്ന് മുമ്പോട്ട് ഓടിപ്പോകുന്നു കണ്ടു. അവർ ആ വാഷ് ബേസിൻ്റെ അവിടെ പോയി ടാപ്പിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് തുണിയിൽ ഇങ്ങനെ മുക്കി, ഒരു കർച്ചീഫിൽ ഇങ്ങനെ മുക്കി ആ കുഞ്ഞിൻ്റെ ചുണ്ടത്തിങ്ങനെ വെച്ച് കൊടുക്കുന്നത് കണ്ടു. അതെനിക്ക് അപ്പോൾ അയാളെ പയ്യനോ 10 വയസ്സേ ഉള്ളൂ, 10-12 വയസ്സ് കാണും. ജാബിർ ഇപ്പം ഭയങ്കര ഇതെല്ലാം വളരെ കൃത്യമായിട്ട് പറയണം. സാറേ, അങ്ങനെ ചെയ്യാറുണ്ടോ ആരെങ്കിലും? കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ടാപ്പിൽ നിന്ന് വെള്ളം എടുത്ത് കൊടുക്കാറുണ്ട്? എനിക്കൊരു സംശയം തോന്നി. പക്ഷേ സാറേ, അന്ന് ഭയങ്കര തിരക്കായിരുന്നു അവിടെ ഹോട്ടലിൽ. അതുകൊണ്ട് പിന്നെ കൂടുതൽ അതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റിയില്ല. തിരിച്ചു വന്ന ശേഷവും കാപ്പി അവിടെ വെച്ചതിൻ്റെ പകുതി പോലും കുടിക്കാതെ അവരങ്ങ് പോകുന്നതാണ് കണ്ടത്. ഞാൻ പറഞ്ഞു, ജാബിർ അവിടെ ഇരിക്കുക. ജാബിറിനെ പിടിച്ച് കസേരയിരുത്തി. ജാബിർ അവരെങ്ങോട്ട് പോയി? സാറേ, അവർ പോയത് എനിക്കൊന്ന് ഇടുക്കി ഭാഗത്തേക്കുള്ളൊരു ബസ്സേ കയറി പോയതുപോലെ എനിക്ക് തോന്നുന്നു. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാനപ്പോൾ അന്വേഷിച്ചപ്പം കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഇടുക്കി ഭാഗത്തേക്ക് 1 മിനിറ്റിൽ ഒരു ബസ് വെച്ചെങ്കിലും കാണും. അപ്പം അവിടെ എങ്ങനെ, അത് വളരെ ദുഷ്കരമാണ്. ആ ബസ്സിൽ ആരൊക്കെ ഉണ്ട് പോയതെന്നൊക്കെ അറിയാനുള്ള വലിയൊരു ബുദ്ധിമുട്ട് പിടിച്ച സംഭവമാണ്. പക്ഷെ നമുക്ക് ചെയ്തേ പറ്റൂ. അപ്പോൾ ഏതായാലും ഒരു 8:30 മണിക്ക് ശേഷം ഇടുക്കി ഭാഗത്തേക്ക് പോകുന്ന, കാഞ്ഞിരപ്പള്ളിക്ക് പോകുന്ന ബസ്സുകൾ മുഴുവൻ അതിൻ്റെ ലിസ്റ്റ് എടുക്കാനായിട്ട് ഞാനൊരു ടീമിനെ ചുമതലപ്പെടുത്തി. ഈ ബസ്സിലൊരു ദമ്പതികളും ഒരു കൊച്ചു കുഞ്ഞുമായിട്ട് പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ആ വാർത്തയും കൂടെ മാക്സിമം സ്പ്രെഡ് ചെയ്താലേ അതിൻ്റെ കാര്യമുള്ളൂ. അല്ല വെറുതെ നമ്മൾ രഹസ്യമായിട്ട് ഓരോ ബസ്സിൻ്റെ ഇത്ര മണി ആരെങ്കിലും ഉണ്ടോ കണ്ടോ എന്ന് ചോദിക്കില്ല. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ദമ്പതി ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ട് ബസ്സിൽ കയറിയിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കുറേ പേരോട് ചോദിച്ചെങ്കിലും നമുക്ക് മുഴുവൻ പേരോടും ചോദിക്കാൻ പറ്റിയില്ല. പക്ഷേ ഒരു കാട്ടുതീ പോലെ അങ്ങ് പടർന്നു. ഇങ്ങനെ പോലീസ് ഇങ്ങനെ 8:30 ശേഷം പോകുന്ന ബസ്സുകൾ, ഇടുക്കി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ അന്വേഷിക്കുന്നുണ്ട്. ഒരു ദമ്പതികൾ ഒരു കുഞ്ഞിൻ്റെ കാര്യമാണ് അന്വേഷിക്കുന്നത്. ഇങ്ങനെ വാർത്തകൾ വന്നപ്പം അന്ന് വൈകിട്ട് KMS എന്ന് പറഞ്ഞൊരു ബസ്സുണ്ട്. വളരെ പ്രശസ്തമായൊരു കമ്പനിയാണ്, ഇന്നും ഉണ്ട് KMS. ആ KMSലെ ഒരു ക്ലീനർ അയാൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞു, ഞങ്ങളുടെ ബസ്സിൽ ഞങ്ങൾ 8:45 കരിമണ്ണൂർ വഴി ഇടുക്കിക്ക് പോകുന്ന ബസ്സിൽ ഒരു കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് ഒരു യുവ ദമ്പതികളുണ്ടായിരുന്നു. കൂടുതലൊന്നും ശ്രദ്ധിച്ചില്ല. അവർ കരിമണ്ണൂർ ഇറങ്ങിപ്പോയി, അത്രേ എനിക്കറിയാം. അപ്പോൾ അത് കരിമണ്ണൂർ 8 അത് വലിയൊരു ഇൻഫർമേഷൻ അല്ല ശരിക്ക്. എന്നാൽ അതിൻ്റേതായ ഗൗരവമുണ്ട് താനും. അപ്പം കരിമണ്ണൂർ ഇറങ്ങി എന്നുള്ളൊരു വിവരം കിട്ടി. കരിമണ്ണൂർ ഇറങ്ങി. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ, അതവിടെ നിൽക്കട്ടെ എന്ന് വെച്ച് ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇൻ്റലിജൻസ് വർക്കിൽ ഭയങ്കര പ്രാധാന്യം. ഞാനെപ്പോഴും കുറച്ച് നല്ല മിടുക്കന്മാരായിട്ട് കുറേ പോലീസുകാരുണ്ടായിരുന്നു. അതിൽ ചിലരൊക്കെ ഇന്ന് മരിച്ചുപോയി. ഒരു ജോർജ്, ഒരു മാത്യു, അതുപോലെ തന്നെ ഒരു കുറുപ്പ്, ഇങ്ങനെ ഒരു ടീമിനെ ഏർപ്പാട് ചെയ്തു. അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഈ കുഞ്ഞുഞ്ഞെന്ന് പറഞ്ഞൊരു പോലീസുകാരൻ, ഈ ടീമിലുണ്ട് കുഞ്ഞുഞ്ഞെന്ന് പറഞ്ഞൊരു പോലീസുകാരൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഞാൻ ഇന്നൊരാളെ കണ്ടു,
ഒരു സ്ത്രീയെ കണ്ടു. ഏലിക്കുട്ടി എന്നാണ് അവരുടെ പേര്. അവരെ ഇപ്പോഴും താലൂക്ക് ആശുപത്രിയിൽ അവിടെ ചികിത്സ കഴിയുകയാണ്. അവർ പറഞ്ഞു അവരുടെ ഭർത്താവ് കുഞ്ഞുവൻ, അയാളൊരു തടിമിൽ തൊഴിലാളിയാണ്. കുഞ്ഞുമോൻ്റെ സുഹൃത്തൊരു ബാലനുണ്ട്. ബാലൻ്റെ ഭാര്യ രാധാമണി. അവരെ 2-3 പ്രാവശ്യം ഞാൻ അവിടെ വെച്ച് കണ്ടു. കാര്യങ്ങൾ ചോദിച്ചപ്പം ബാലാമണിക്ക് എന്തോ അസുഖമുണ്ട്, അതിന് ഡോക്ടറെ കാണാൻ വന്നു. പക്ഷേ 2-3 പ്രാവശ്യം അവരെ അവിടെ വെച്ച് കാണാനിടയായി. പക്ഷേ ഈ സംഭവത്തിന് ശേഷം അവരെ കണ്ടിട്ടില്ല. ഈ കുട്ടിയെ കാണാൻ ശേഷം അവരെ കണ്ടിട്ടില്ല. എലിക്കുട്ടി വളരെ ഉറപ്പിച്ചു പറഞ്ഞു കുട്ടിയെ കാണാൻ ശേഷം പിന്നെ അവരെ കണ്ടിട്ടേ ഇല്ല. എന്നുവെച്ചാൽ ഒരു ദിവസമേ ഉള്ളൂ. അതിനുശേഷം ആ സംഭവത്തിന് ശേഷം കണ്ടിട്ടില്ല. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. അപ്പം 3 സംഭവങ്ങൾ ഇതിന് മുമ്പ് നിൽപ്പുണ്ട്. ഒന്ന്, ഏലിക്കുട്ടി പറഞ്ഞ സ്ത്രീയും ഭർത്താവും. കാഞ്ഞിരപ്പള്ളി ഹോട്ടലിലെ ബോയ് പറഞ്ഞ ജാബിർ പറഞ്ഞ ആ ദമ്പതികളും, KMS ക്ലീനർ പറഞ്ഞ ആ സ്ത്രീയും, ഒരു സ്ത്രീ അവരുടെ ഭർത്താവും. ഇത് 3 പേർക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഇമ്മീഡിയറ്റായിട്ട് അറിഞ്ഞേ തീരൂ. ഈ 3 പേർക്കും എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കണം. കാര്യം ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയത് ഒരു കാര്യം, ഇത് 3 തലത്തിലുള്ള അന്വേഷണം ഒരേ സമയത്ത് തന്നെ നടത്തണമെന്ന് എനിക്ക് തോന്നുന്നു. കരിമണ്ണൂർ ഉള്ള അന്വേഷണം, കരിമണ്ണൂർ ഒരു പോലീസ് ടീമിനെ അപ്പോൾ തന്നെ വിട്ടു. ആ ടീമിൽ അതിനകത്ത് നല്ല ഇന്നത്തേതിൽ നിന്നൊക്കെ വളരെ വ്യത്യാസമുണ്ട്. കുറച്ചുകൂടെ ഡെഡിക്കേറ്റഡാണ് പോലീസുകാർ. അവർക്ക് കാര്യത്തിൻ്റെ ഗൗരവം, അവർ ചിലപ്പം കള്ളു കുടിക്കുമായിരിക്കും, അവരെപ്പറ്റി മോശം അഭിപ്രായങ്ങൾ കാണുമായിരിക്കും. ഇതൊക്കെ ശരിയാണെങ്കിലും ഒരു പ്രത്യേക സംഭവത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും അവർക്ക് ആ സ്ട്രീറ്റ് സ്മാർട്ട്നെസ് ഉണ്ട്, അവരുടെ ഡേർട്ടി ഗെയിംസ് അവർക്കറിയാം. എങ്ങനെയെങ്കിലും അവർ അത് കൾമിനേറ്റ് ചെയ്യും. അതിനകത്ത് നമ്മൾ പറഞ്ഞു കൊടുത്ത ദൗത്യം മിഷൻ അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് വളരെയധികം കഴിവുള്ള പല പോലീസ് ഉദ്യോഗസ്ഥരും നേരത്തെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഗ്രൂപ്പിൽപ്പെട്ട അതേ സ്വഭാവമുള്ള 2 പേരെയാണ് ഈ കരിമണ്ണൂരിലേക്ക് വിടുന്നത്. അപ്പോൾ കരിമണ്ണൂരിലേക്ക് വിട്ട് കഴിഞ്ഞ് വെറുതെ കരിമണ്ണൂരിൽ പോയിട്ട് അന്വേഷിച്ചിട്ട് വരും. കരിമണ്ണൂർ ഈ ഒരു പോലീസുകാരൻ ആദ്യം ചെയ്ത അവിടുത്തെ 3-4 ആശുപത്രികളുണ്ട്. ആശുപത്രികളിൽ പുതിയതായിട്ട് ആരെങ്കിലും ഒരു പ്രസവം കഴിഞ്ഞ ശേഷം അവിടെ അഡ്മിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും അതിന് എന്തെങ്കിലും അസുഖമായിട്ട് എന്തെങ്കിലും കാണിക്കാൻ ഡോക്ടറെ കാണിക്കാൻ അവരെ കാണിക്കാനായിട്ട് വല്ല ആശുപത്രി വന്നിട്ടുണ്ടോ എന്ന് അറിയുമ്പോൾ കരിമണ്ണൂർ പരിസരങ്ങളിൽ ഒരു 10-20 ആശുപത്രികൾ പരിശോധിക്കും. 10-20 ആശുപത്രി എന്ന് പറഞ്ഞാൽ സമയബന്ധിതമായിട്ടാണ് ഇത് പരിശോധിക്കുന്നത്. അപ്പോൾ ഒരു ആശുപത്രിയിൽ അവിടുത്തെ ഒരു ഡോക്ടർ പറഞ്ഞു ഭാര്യയും ഭർത്താവ് ഒരു കൊച്ചു കുഞ്ഞ് പൊടിക്കുഞ്ഞ് എന്ന് വെച്ചാൽ 2-3 ദിവസം പോലും പ്രായമുള്ള കൊച്ചു കുഞ്ഞിന് അതിന് വലിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് വെള്ളം ഒന്നും കുടിക്കുന്നില്ല, മുലപ്പാൽ ഇല്ലാത്തതുകൊണ്ട് അതിന് പകരം എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ വന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവരെ കണ്ടില്ല. അവർ പറഞ്ഞത് കരിമണ്ണൂരിലെ ലക്ഷം വീട് കോളനിയാണ് താമസം മാത്രം ഒരു നേഴ്സിനോട് പറഞ്ഞതായിട്ടും ആ ഡോക്ടർ പറഞ്ഞു എന്ന് ഈ പറഞ്ഞ നമ്മൾ അന്വേഷിക്കാൻ വിട്ട പോലീസുകാരൻ എന്നെ അറിയിച്ചു. കരിമണ്ണൂർ ലക്ഷം വീട് ഭാഗത്ത് ഒരു വലിയൊരു മാൻ ഹണ്ട് തന്നെയാണ് നടത്തിയത്. ഇവരെ ഈ ദമ്പതികളെ എടുക്കാനുള്ള ഒരു ശ്രമം. ഈ ദമ്പതികൾക്ക് ഈ നമ്മുടെ കൊച്ചു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ കേസുമായിട്ട് ബന്ധമുണ്ടോ ഒന്നും അറിയില്ല. പക്ഷേ ഈ ദമ്പതികളൊന്ന് കണ്ടുപിടിക്കും. അവസാനം ഒരു വീട്ടിൽ ഇങ്ങനൊരു കൊച്ചു കുഞ്ഞ് എന്നൊരു ശ്രുതി കേൾക്കുകയും ഞങ്ങൾ ആ വീട്ടിൽ ഈ ഗ്രൂപ്പ് ആ വീട്ടിൽ ചെന്നപ്പം ഭാര്യയും ഭർത്താവ് ഒരു പൊടി കുഞ്ഞുമായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അവരോട് അന്ന് ഇതുപോലെ വനിതാ പോലീസൊന്നുമില്ല, വനിതാ പോലീസിനെ കൊണ്ടുവരുന്നുമില്ല. അപ്പം അവരുമായിട്ട് ഇങ്ങനെ കുറേ നേരം സ്ത്രീയുമായിട്ട് ആ സ്ത്രീയായിട്ട് ചോദിച്ചപ്പോൾ അവരുടെ പേര് രാധാമണി എന്നാണ് ആരറിയാതെ പറഞ്ഞു. രാധാമണി. അപ്പോൾ രാധാമണി എന്നുള്ള അയാൾ പിന്നെ കൂടുതൽ അതിനെപ്പറ്റിയൊന്നും ചോദിച്ചൊന്നുമില്ല.
അപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങനെ പൊടിക്കുഞ്ഞിനെ അവർക്ക് മുലപ്പാൽ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അതിന് എന്തെങ്കിലും വേറെ ഉണ്ടോ, അത് ആ ഡോക്ടറെ അടുത്ത് പോയി ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ശരിയാണ് എന്നൊക്കെ പറഞ്ഞു. ഭർത്താവ് ഉണ്ട്, പ്രായം ഏകദേശം ഒക്കും, 30 വയസ്സിനോട് അടുപ്പമാണ് രണ്ടുപേർക്ക്. അപ്പോൾ ഈ വിവരം എന്നെ അറിയിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊച്ചു കുഞ്ഞിനെയും ഒരു വണ്ടി വിളിച്ച് അവിടെ ഒരു PH സെൻ്ററിൽ ഒന്ന് കാണിച്ചിട്ട് എന്തെങ്കിലും ഈ കൊച്ചു കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കണോ, എന്തെങ്കിലും മരുന്നുകളോ എല്ലാം കൊടുക്കണോ ഒന്ന് ജസ്റ്റ് കാണിക്കുക അവരുടെ സാന്നിധ്യം തന്നെ. എന്നിട്ട് ആ കൊച്ച് സുരക്ഷിതമായിട്ടിരിക്കുകയാണെങ്കിൽ അവരെ 3 പേരെയും കൂട്ടിക്കൊണ്ട് പെട്ടെന്ന് പൊന്മുന്നത്തേക്ക് വരാൻ പറഞ്ഞു. അയാൾ അവിടെ നിന്ന് ഒരു ടാക്സി കാർ പിടിച്ച് 2-2.5 മണിക്കൂർ ഒരു 1-1.5 മണിക്കൂർ കൊണ്ട് വന്നെന്ന് എനിക്ക് തോന്നുന്നു. ഈ കുഞ്ഞിനെയും ഈ പറഞ്ഞ പുരുഷനെയും ആ സ്ത്രീയെയും നേരെ ആശുപത്രിയിൽ അവരെ നേരെ കൊണ്ടുവന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി. അന്ന് ഏലിക്കുട്ടി അപ്പോഴും ആശുപത്രിയിലുണ്ട്. അവരെ കണ്ടപ്പോൾ തന്നെ രാധാമണിയെ ഏലിക്കുട്ടി തിരിച്ചറിഞ്ഞു. രാധാമണിയെ ആ ആശുപത്രി വന്ന സ്ത്രീ ഏലിക്കുട്ടി രാധാമണിയാണെന്ന് ഏലിക്കുട്ടി വ്യക്തമായിട്ട് പറയുകയും ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് വളരെ ഡേഞ്ചറസ് എന്ന് പറയാൻ പറ്റുകയില്ല, കുറച്ച് വളരെ ബുദ്ധിപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ കുഞ്ഞിനെ സുധയെ കാണിക്കണം. സുധയെ കുഞ്ഞിനെ കണ്ടപ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ നമ്മുടെ എന്താ പറയുക, ഒരു ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റോ എന്തൊക്കെ പറയുന്ന പോലെ ഈ കുട്ടിയെ കണ്ടപ്പോൾ എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഒരു ഹിസ്റ്റീരിക്കായിട്ട് കിടന്ന് ബഹളമുണ്ടാക്കി കുഞ്ഞിനെ എടുക്കാനും കരയാനും നിലത്ത് വീഴാനും ഒക്കെ ചെയ്തൊരു വല്ലാത്തൊരു സീൻ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനിടയ്ക്ക് അവർ പറഞ്ഞു എൻ്റെ കുഞ്ഞിൻ്റെ അരയ്ക്ക് മുകളിലൊരു കറുത്ത പാടുണ്ട്, വലത്തുവശത്താണ്, പൊക്കി നോക്കിയാൽ കറക്റ്റായ പാടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും കുട്ടി നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ പ്രോപ്പർ അതുകൊണ്ടൊന്നും അത്രയും പോരാ. പക്ഷേ അത് പറയുകയും പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടെ നമുക്ക് വിശ്വാസം കൂടിയെന്നാണ് എൻ്റെ വസ്തുത. അപ്പം അതിനുശേഷം ജാബിറിനെ പെട്ടെന്ന് കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ജാബിർ ഇവരെ കണ്ട മാത്രം പറഞ്ഞു, അയ്യോ ഇതല്ലേ ഇവരല്ലേ അന്ന് ഇവരാണ് അവിടെ വന്നത്, ഇവരാണ് ഹോട്ടലിൽ വന്ന് ചായ കുടിച്ചിട്ട് പകുതി ചായം വെച്ചിട്ട് അവിടെ പോയത്, പകുതി ചായയല്ല കാപ്പി കുടിച്ച് വെച്ച് പകുതി കാപ്പിയും അവിടെ വെച്ച് തിരുതി ഇറങ്ങിപ്പോയവർ ഇവർ തന്നെയാണ്, എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഏലിക്കുട്ടി ജാബിർ പറയുന്നു, സുധ തിരിച്ചറിഞ്ഞു. ഇനി അറിയേണ്ടത് KMSൻ്റെ ക്ലീനറാണ്. KMSൻ്റെ ക്ലീനർ ഇതേ സമയം തന്നെ വേറെ ടീം KMSൻ്റെ ക്ലീനറെ അന്വേഷിച്ച് പോയിട്ടുണ്ടായിരുന്നു. ക്ലീനറേയും കൊണ്ടുവന്നു. ക്ലീനർ അതുപോലെ തന്നെ അവർക്ക് മനസ്സിലായി. കാര്യം എന്ന് വെച്ചാൽ ചെറിയ ഈ കരിമണ്ണൂർ അടുക്കുന്ന സമയത്തൊക്കെ ആകുമ്പോഴത്തെ ആൾ കുറയും വണ്ടിക്കകത്ത്. അപ്പം പെട്ടെന്ന് അവർക്ക് നമ്മളൊരു ഐ കോണ്ടാക്റ്റ് നമ്മുടെ മനസ്സ് രജിസ്റ്റർ ചെയ്തെടുക്കുക അവരാരൊക്കെയാണെന്ന്. അയാൾക്ക് വലിയ സംശയമൊന്നുമില്ല. അയാളും പറഞ്ഞു ഇവർ തന്നെയാണെന്ന് പറഞ്ഞു. പക്ഷേ ഇതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുകയില്ല. നമുക്ക് പ്രോപ്പറായിട്ട് ഈ കുട്ടിയുടെ ശാസ്ത്രീയമായ ഈ കുട്ടിയുടെ ആണെന്നുള്ള നമ്മൾ ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുണ്ട് കാര്യം. ഇന്നത്തെ പോലെ DNA ടെസ്റ്റ് ഒന്നും നടത്താനുള്ള സംവിധാനങ്ങളില്ല പോലും ഏകദേശം നമുക്ക് ചില കാര്യങ്ങൾ ചില ഡോക്ടർമാർ അവരുടേതായ രീതിയിൽ അവർ അസർട്ടൻ ചെയ്തൊരു സർട്ടിഫിക്കറ്റ് തരണം ഈ കുഞ്ഞും ഇതുമായിട്ട് ബന്ധമുണ്ട് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻസ് ഈ കാര്യങ്ങൾ പിന്നെ പോലീസിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് അവസാനം കുഞ്ഞിനെ അവരുടേതാണെന്ന് തന്നെ മനസ്സിലാക്കി അവർ തന്നെ. അപ്പോൾ മനസ്സിലാക്കുന്നതിനൊപ്പം തന്നെ രാധാമണിയും ബാലനും കൺഫസ് ചെയ്യുകയും കൂടെ ചെയ്തപ്പം സംഭവം കൃത്യമായി. ഇതേ സമയത്ത് തന്നെ അതാണ് നമുക്ക് അരക്കിട്ടുറപ്പിക്കുന്നൊരു കാര്യം. രാധാമണി അവിടെ വന്ന് ഈ കുട്ടിയെ എപ്പോഴും എടുത്തുകൊണ്ട് പോയി, ബാലൻ എങ്ങനെ സഹായിച്ചു, എവിടെ പോയി എന്നുള്ള കൃത്യമായിട്ട് രാധാമണി ബാലനും സമ്മതിച്ചു, കൺഫെഷൻ. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ കുട്ടിയെ 36 മണിക്കൂറിനുള്ളിൽ ഈ കുഞ്ഞിനെ തിരിച്ച് അതിൻ്റെ അമ്മയുടെ അടുത്ത് ഏൽപ്പിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായെന്ന് തന്നെ പറയാം. ഇതിങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതിലൊരു അനാസ്ഥയുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അനാസ്ഥ ഞാൻ എപ്പോഴും എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും നമ്മളിത് ഈ സമയം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഫാക്ടറാണ്. നമ്മളൊരു നിസ്സംഗതയോ ഒരു അനാസ്ഥയോ കാണിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ജീവൻ ചിലപ്പോൾ ഒരു ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം. ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും കാര്യം ഇത്ര പെട്ടെന്ന് നമ്മളിങ്ങനെ 4 മൾട്ടി പ്രോങ്ഡ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളിൽ കൂടെ
പെട്ടെന്ന് നമ്മൾ ആക്ട് ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് ഈ കുഞ്ഞിനെ പെട്ടെന്ന് കിട്ടിയത്. ചിലപ്പോൾ കിട്ടുമായിരിക്കും. കുഞ്ഞിൻ്റെ മരിച്ചൊരു ജഡം കിട്ടിയിട്ട് എന്ത് കാര്യം? ആ കുഞ്ഞ് ആരോഗ്യവാനായിട്ടിരിക്കുന്ന സമയത്ത് കിട്ടി അതിൻ്റെ അമ്മയ്ക്ക് തിരിച്ച് ഏൽപ്പിച്ച് കൊടുക്കുന്നത് മാത്രമല്ലേ നമുക്കൊരു അതിൻ്റെ ഒരു പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. അതേതായാലും ഈ കേസിൽ കൈവരിച്ചു എന്നുള്ളൊരു കാര്യം. ഇനി രസകരമായ സംഭവം, ഈ ബാലൻ അല്ലെങ്കിൽ ബാലൻ രാധാമണി എന്തിന് ഈ കുട്ടിയെ അവിടെ തട്ടിക്കൊണ്ടുപോയി? ബാലന് നേരത്തെ കല്യാണം കഴിച്ച ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്. രാധാമണിക്ക് ഇതുപോലെ, രാധാമണി നേരത്തെ വിവാഹിതയായിരുന്നു, അതിലൊരു കുട്ടിയും രാധാമണിക്കുമുണ്ട്. അവരെ എല്ലാം ഉപേക്ഷിച്ചാണ് ബാലനും രാധാമണിയും അവരുടെ കുടുംബാംഗങ്ങളെയെല്ലാം കുട്ടികളെല്ലാം ഉപേക്ഷിച്ചാണ് അവർ ഒരുമിച്ച് ഈ കരിമണ്ണൂർ ജീവിക്കാൻ തുടങ്ങിയത്. കരിമണ്ണൂർ ജീവിക്കുമ്പം പല പരാധീനതകളും ഇവർക്കുണ്ട്. ബാലന് കൃത്യമായി ജോലിയൊന്നുമില്ല. അയാൾ നല്ലൊരു മദ്യപനാണ്, അയാൾ ഒരു ചീട്ടുകളിക്കാരനാണ്, ചൂതാട്ടക്കാരനാണ്, ദുഷ്ടസംസർഗമുണ്ട്. ഇപ്പം കാശൊന്നും അയാൾക്ക് തികയില്ല ഒരിക്കലും. അയാളൊരു ക്രിമിനലാണ് ശരിക്കും പറഞ്ഞാൽ. രാധാമണി ഒട്ടും മോശമല്ല. രാധാമണിക്കും ഈ പറഞ്ഞ പോലെ ക്രിമിനൽ ഇൻസ്റ്റിങ്സ് ഒക്കെ വളരെ കൂടുതൽ ഉണ്ട്, സംശയമില്ലാത്തവർ. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ഒന്നും അവർ ചെയ്യില്ല. എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ രാധാമണി അവിടെ ഒരു പാറമടയിൽ അവിടെ ജോലി ചെയ്യുന്നു. ബാലന് ഇടയ്ക്ക് ഒത്താശയ്ക്ക് അവിടെയൊക്കെ വരുമെങ്കിലും രാധാമണിക്കായിരുന്നു അവിടെ ഫുൾ ടൈം അവിടെ ജോലി ചെയ്യേണ്ടത്. അപ്പോൾ പാറമടയിലൊരു ഏജൻറ്റ് അയലുമായിട്ട് രാധാമണി ചങ്ങാത്തത്തിലായി. രാധാമണി ചങ്ങാത്തത്തിലായി കഴിഞ്ഞ ശേഷം രാധാമണി ഗർഭിണിയായെന്ന് അയാളെ തെറ്റിദ്ധരിപ്പിച്ചു. അയാളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി അയാൾ ബ്ലാക്ക് മെയിലിംഗ് തുടങ്ങി. അയാളെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അയാളിൽ നിന്ന് പൈസ മേടിച്ചു തുടങ്ങി. അപ്പോൾ ബാലനൊരു ബുദ്ധി ഉപയോഗിച്ച് കൊടുത്തു. ഈ കുട്ടി നിങ്ങളെ ഗർഭിണിയായ ഒരു കുഞ്ഞിനെ പ്രസവിച്ചെന്ന് അറിഞ്ഞ് ആ കുഞ്ഞ് ജീവനോട് ഇരിപ്പുണ്ടെന്ന് അറിഞ്ഞാൽ വലിയൊരു തുക ഈ ഏജൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് മേടിക്കാൻ പറ്റും. പക്ഷേ അതിന് കുഞ്ഞ് വേണമല്ലോ, ഒരു കുഞ്ഞിനെ ഒരു പ്രാവശ്യമെങ്കിലും അയാൾ കാണണ്ടേ. അതിനുവേണ്ടി ആ ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് ഈ പാവം സുധയുടെയും ഈ ചെറുവള്ളിക്കാരൻ അവരുടെ ഭർത്താവ് ശശിയുടെയും അവരുടെ ആ ഓമന കുഞ്ഞിനെ തട്ടിയെടുത്തുകൊണ്ട് പോയത്. എന്തൊരു ഭീകരാവസ്ഥയാണ്. അങ്ങനെ ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സുഖങ്ങൾ എന്നേക്ക് വേണ്ടി തല്ലി താർക്കുവാനായിട്ട് ഈ രണ്ടു പേർക്കും യാതൊരു മടിയും ഉണ്ടായില്ല. അപ്പം അതുകൂടാതെ ഇവരുടെ ഇതിലുണ്ടായിരുന്ന ഈ പറഞ്ഞ പോലെ ഈ സംഭവത്തിന് ശേഷം അവരുടെ ആ സോഷ്യലിസ്റ്റിക് അവർക്കുണ്ടാകുന്ന മാനസികാഘാതങ്ങൾ ഇതിനെപ്പറ്റിയൊന്നും അവർ ചിന്തിക്കുന്ന പോലുമില്ല. എൻ്റെ സുഖം എനിക്ക് കിട്ടണം പണം, അതിനപ്പുറം ഒന്നുമില്ല. ഏതായാലും കേസ് വളരെ ശുഷ്കാന്തിയോടുകൂടി അത് ട്രയൽ വന്നു. രാധാമണിക്കും ബാലനും ശിക്ഷ ലഭിക്കുകയും ചെയ്തു. എനിക്ക് അത് അങ്ങനെ ആ സംഭവം അങ്ങനെ നിന്നു. ഇതിന് ശേഷം അപ്പം നമ്മളെ ഈ അന്നത്തെ വലിയൊരു സംഭവമായിരുന്നു. അന്ന് ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിനെ കിട്ടിക്കഴിയുമ്പം അന്ന് പല പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിൽ ഈ 6 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ എടുത്തുകൊണ്ട് രാധാമണി ഇങ്ങനെ നിൽക്കുന്ന പടവുമൊക്കെ ഉണ്ടായിരുന്നു, ഈ കുഞ്ഞിനെ കിട്ടിയ കഥകളുമൊക്കെ ആയിട്ട്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെയൊക്കെ പ്രസക്തി നഷ്ടപ്പെട്ടു. നമ്മുടെ സ്മൃതിപഥത്തിൽ നിന്നും അല്ല ജനങ്ങളുടെ മനസ്സുകളിൽ നിന്നെല്ലാം ആ കുഞ്ഞിൻ്റെ കാര്യം എല്ലാം അങ്ങ് തേഞ്ഞ് മാഞ്ഞു പോയി. പുതിയ കാര്യങ്ങൾ വന്നു. വർഷങ്ങളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയം SP ആയിരിക്കുമ്പോൾ വർഷങ്ങളും കഴിഞ്ഞു, 30 വർഷം കഴിഞ്ഞു. പെട്ടെന്ന് എനിക്കൊരു തോന്നി, ഈ പണ്ട് കാണാൻ പോയ കുഞ്ഞിപ്പോൾ എവിടെയായിരിക്കും? കാര്യം അന്ന് ഇതുപോലെ നവമാധ്യമങ്ങൾ ഒന്നുമില്ല, അതുപോലെ തന്നെ വിഷ്വൽ മീഡിയയുടെ ഇങ്ങനെ അതിപ്രസരമൊന്നുമില്ല, യൂട്യൂബുകളില്ല. നമ്മളിതിങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റി ഒന്ന് ഓർത്തെടുത്ത് ഇങ്ങനെ പല കഥകളൊന്നും മെനയാറില്ല, ഫേസ്ബുക്കുകളൊന്നും ഇടാറില്ല. അപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നങ്ങ് പോയി. എപ്പോഴും പണ്ട് തൊട്ട് ഒരു ചെറിയൊരു അസുഖമുണ്ടിരിക്കുക. ഇങ്ങനെ വരുന്ന വാർത്തകളെല്ലാം തന്നെ ഞാനൊരു വലിയൊരു ബുക്കിൽ വെട്ടി ഒട്ടിച്ച് അത് വളരെ സൂക്ഷിക്കും, വളരെ കൃത്യമായിട്ട് സൂക്ഷിക്കും. അത് ഇന്നും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പെട്ടെന്ന് മറിച്ച് നോക്കുമ്പോൾ രാധാമണിയുടെയും ബാലൻ്റെയും അതുപോലെ തന്നെ സുധയുടെയും ഈ കുഞ്ഞിൻ്റെ എല്ലാം പടങ്ങൾ അവരുടെ അഡ്രസ്സൊക്കെ കിട്ടി. അന്ന് കാഞ്ഞിരപ്പള്ളി DYSP ആയിരുന്ന സന്തോഷിനോട് ഞാൻ പറഞ്ഞു, ഇവരെ ഒന്ന് തപ്പിയെടുക്കാമെന്ന് ചോദിച്ചു. സന്തോഷ് പറഞ്ഞു വലിയ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞു. സന്തോഷ് പെട്ടെന്ന് അത് ഏർപ്പാട് ചെയ്തു. ഈ പറഞ്ഞ സുധയും ശശി മരിച്ചുപോയി.
സുധയെ കണ്ടെത്തി. ആ പയ്യൻ വലുതായി. ആ പയ്യൻ്റെ പേര് സുമേഷ് എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ അപ്പം അവിടുന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവരുടെ വീട്ടിൽ ചെന്നിട്ട് എനിക്കിങ്ങനെ അവരെ ഒന്ന് കാണാനായിട്ടുള്ളൊരാഗ്രഹം പറഞ്ഞു. പെട്ടെന്ന് അവർക്ക് വളരെ സന്തോഷമായി. അവരെന്നെ കാണാമെന്ന് പറഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ വന്നു. ഈ സുധയും സുമേഷിന് 2 കൊച്ചു കുഞ്ഞുങ്ങളും സുമേഷിൻ്റെ ഭാര്യയും. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ ആ പയ്യനെ ഇങ്ങനെ നോക്കിയിരുന്നു പോയി. കാര്യം അന്നത്തെ ആ ബഹളവും എല്ലാം മനസ്സിലിങ്ങനെ നമ്മൾ സിനിമ കാണുന്ന പോലെ ഇങ്ങനെ വന്ന് അലയടിച്ചുകൊണ്ടിരിക്കുക മനസ്സിൽ. സുമേഷ് എന്ന് മാത്രം ഞാൻ വിളിച്ചു. അപ്പോൾ സുമേഷ് പെട്ടെന്നൊരു ചെറു പുഞ്ചിരിയോട് എൻ്റെ അടുത്ത് പറയാം, സാറില്ലെങ്കിൽ ഞാനില്ലല്ലോ, സാർ അന്ന് എന്നെ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ മരിച്ചു പോകല്ലേ. വളരെ ഒരു നിഷ്കളങ്കനെ പോലെ 2-3 വാക്കുകളെ പറഞ്ഞുള്ളെങ്കിൽ നമ്മുടെ മനസ്സിലെന്നും ആ വാക്ക് മനസ്സിലിങ്ങനെ അകത്തിങ്ങനെ കോറിയിട്ട് വെച്ചിരിക്കുന്ന പോലെയാണ് വാക്കുകൾ എനിക്ക് തോന്നിയത്. അപ്പോൾ അവർ വളരെ സന്തുഷ്ടമായി അവർ വീട്ടിൽ വന്നു. ആഹാരമെല്ലാം കഴിച്ച് ഇവരെല്ലാം കൂടെ കഴിച്ചിട്ടാണ് പോയത്. ചെറിയ കാര്യങ്ങൾ പോലും വളരെ അത് സെൻസിറ്റൈസ് ചെയ്യാനും ചെറിയ കാര്യങ്ങൾ പോലും വലിയ സംഭവമായിട്ട് മാറാനും ഒക്കെയുള്ള ഒരു സാധ്യതയുള്ള സ്ഥലമാണിത്. ഇപ്പോൾ വളരെ കോഷ്യസായിട്ട് നമ്മൾ ജോലി ചെയ്യേണ്ട സ്ഥലമാണ് എന്നാണ് എനിക്ക് അന്ന് തോന്നിയിരുന്നത്. പ്രത്യേകിച്ച് എല്ലാ പത്രപ്രവർത്തകരുടെയും പത്രപ്രമാണിമാരുടെ എല്ലാം വീടുകളും അതുപോലെ തന്നെ അവരുടെ ഓഫീസുകളൊക്കെ സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലം. അപ്പോൾ 97 ഓഗസ്റ്റ് മാസം 23-ാം തീയതി 2 സംഭവങ്ങൾ എന്ന് വെച്ചാൽ പാതിരാത്രിയിൽ അരങ്ങേറി.